നമ്മളുടെ ഒരു വീഡിയോയിൽ വന്ന കമന്റിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അവിടെ ചോദിച്ചിരുന്നത്, സർ കംഫർട്ട് മേക്കിംഗ് ആൻഡ് ക്രിസ്പ് ആൻഡ് ഷൈൻ മേക്കിംഗ് വീഡിയോ ഇടുമോ സർ? വീട്ടിൽ ഇരുന്ന് അയൽക്കൂട്ടത്തിൽ മെമ്പേഴ്സുമായി ചെയ്യാൻ വേണ്ടിയാ സർ റിപ്ലൈ. ഇതായിരുന്നു ചോദ്യം. ചോദിച്ച ആളിന്റെ പേരും അവിടെ കാണാം. അപ്പോൾ ഈ കംഫർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫാബ്രിക് കണ്ടീഷണർ ആണ്. നമുക്കറിയാം, അത് നമ്മളുടെ തന്നെ ഒരു വലിയ കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ കംഫർട്ടിന്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രത്യേകതയുണ്ട് അതിന്. ഏതാണ്ടൊക്കെ എല്ലാവരും കംഫർട്ട് പോലെയുള്ള പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കംഫർട്ടിന്റെ ഫോർമുല എന്തായിരിക്കും. അത് എക്സാക്ട് ഫോർമുല നമുക്ക് കിട്ടുകയില്ല, കാരണം കമ്പനി അത് പുറത്തേക്ക് വിടുകയില്ല. നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുല മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ഫോർമുല എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഫോർമുലയാണ്. എന്നാൽ അത് വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിൽ അതിനകത്ത് വേറെയും ഘടകങ്ങൾ വരും. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇത് ഹോം മെയ്ഡ് ആയിട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കംഫർട്ട് പോലെയുള്ള ഫാബ്രിക് കണ്ടീഷണറിന്റെ ഒരു ഫോർമുലയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ബിസിനസ്സും മുമ്പോട്ട് പറയുന്നുണ്ട്. എങ്ങനെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഴുവൻ കാണാതെ പ്ലീസ് കമന്റ് ഇടരുത്, കാരണം ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പ്ലസ് മൈനസ് എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ് ഇതിന്റെ കൂട്ട്, എന്താണ് ഇതിന്റെ ഫോർമുല എന്നുള്ളത് നോക്കാം. ഒരു ചെറിയ ക്വാണ്ടിറ്റി, 1 ലിറ്ററിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. പിന്നെ വേണ്ടത് 1 കപ്പ് ഹെയർ കണ്ടീഷണർ ആണ്. അത് ഏത് ഫ്രാഗ്രൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് 2 കപ്പ് വിനാഗിരിയാണ്, വൈറ്റ് വിനെഗർ. പിന്നെ വേണ്ടത് ഒരു 10-15 തുള്ളി എസെൻഷ്യൽ ഓയിലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അളവ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ആദ്യം പറഞ്ഞത് 1 കപ്പ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് ഏകദേശം 235 ഗ്രാം വരും. 236.6 ആണ് കൃത്യം കണക്ക് വാട്ടർ ആവുമ്പോൾ. പിന്നെ അടുത്തത് 1 കപ്പ് ഹെയർ കണ്ടീഷണർ വേണമെന്ന് പറഞ്ഞു. അതും 236.6 ഗ്രാം ആണ് വരുന്നത്, ഇല്ലെങ്കിൽ മില്ലിയാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ ഐറ്റം ആണ് നമ്മളുടെ വൈറ്റ് വിനെഗർ. അത് 2 കപ്പാണ് പറഞ്ഞിരിക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 473 മില്ലിയാണ് വരുന്നത്. നമുക്ക് 500 മില്ലിന്ന് തന്നെ ഇതിനെ പിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 10-15 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ എന്നാണ്. ഈ എസെൻഷ്യൽ ഓയിൽ നമുക്ക് വരുന്നത് ചെറിയ കുപ്പികളിലാണ്. വേണമെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാം, പക്ഷെ ചെറിയ കുപ്പികളിലാണ് വരുന്നത്. ഇപ്പോൾ അതിനകത്തെ ഒരു ഡ്രോപ്പിന്റെ അളവെന്ന് പറഞ്ഞാൽ 10 ml എസെൻഷ്യൽ ഓയില് 200 ഡ്രോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. 100 ml ആകുമ്പോൾ 2000 ഡ്രോപ്പ് വരും. 1000 ml ആകുമ്പോൾ 20000 ഡ്രോപ്പ് വരും. അതായത് 1 ലിറ്റർ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അതിന് 20000 ഡ്രോപ്പ് അല്ലെങ്കിൽ ഡ്രോപ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിൽ 10-15 ഡ്രോപ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്കൊരു വലിയ മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഹെയർ കണ്ടീഷണർ ഇട്ട് നന്നായിട്ട് ഇളക്കുക. പറ്റുമെങ്കിൽ ഒരു ഹാൻഡ് ബീറ്റർ തന്നെ ഉപയോഗിക്കാം. അത് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വൈറ്റ് വിനെഗർ അതിനകത്തോട്ട് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്, ഈ എസെൻഷ്യൽ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഉള്ള സാധനമാണ്. ആ എസെൻഷ്യൽ ഓയിലിന്റെ 10-15 തുള്ളി അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഇളക്കുക. നന്നായിട്ട് ഇളക്കിയ ആ മിശ്രിതം വേറൊരു പാത്രത്തിലേക്ക് ശേഖരിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ബോട്ടിൽ ചെയ്ത് ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള അടപ്പോട് കൂടിയാണ് ഇത് കൊടുക്കേണ്ടത്, കാരണം ഇതിന്റെ ഫ്രാഗ്രൻസ് പുറത്തോട്ട് പോകരുത്. അപ്പോൾ നിങ്ങളുടെ ഫാബ്രിക് കണ്ടീഷണർ റെഡി ആയി കഴിഞ്ഞു. അതിന് നിങ്ങൾ കംഫർട്ടെന്നോ ഡിസ്കംഫർട്ടെന്നോ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു പേരിടാം. അത്തരത്തിലുള്ള ഒരു ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കാം. ആ ബോട്ടിലിൽ നമുക്ക് നമ്മളുടെ ബ്രാൻഡായിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതിന്റെ ചെലവ് ഏകദേശ കണക്ക് ഞാൻ പറയാം. അത്ര ആക്യുറേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഒരു ഐഡിയ തരാം. ഇവിടെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ആദ്യം പറഞ്ഞത്. അത് ഏകദേശം 1 ലിറ്ററിന് 65 രൂപ എന്നാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അത് വരുമ്പോൾ 15 രൂപ 35 പൈസയാണ് നമുക്ക് ഇവിടെ ചെലവാകുന്നത്, ഞാൻ പറഞ്ഞ അളവനുസരിച്ച്. രണ്ടാമത് വന്നിരിക്കുന്നത് ഹെയർ കണ്ടീഷണർ ആണ്.
ഹെയർ കണ്ടീഷണർ പല വിലയോടെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു 400 രൂപ പെർ ലിറ്റർ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 250, 236 എന്ന് പറഞ്ഞു, 250 മില്ലിക്ക് വരുമ്പോൾ 100 രൂപ ചെലവാണ്. ഇനി വന്നിരിക്കുന്നത് വൈറ്റ് വിനെഗർ ആണ്. അത് 1 ലിറ്ററിന് നമുക്ക് 40 രൂപ തൊട്ട് മുകളിലോട്ടാണ് കിട്ടുന്നത്. 40 രൂപയെ നമ്മൾ ഇവിടെ പിടിച്ചിട്ടുള്ളൂ. അതിന്റെ 1/2 ലിറ്റർ ആണ് വരുന്നത്. 1/2 ലിറ്റർ വരുമ്പോഴത്തേക്കും 20 രൂപ അതിനും കണക്കാക്കാം. പിന്നെ വരുന്നത് എസെൻഷ്യൽ ഓയിൽ ആണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ആ എസെൻഷ്യൽ ഓയിലിന് ഏറ്റവും ഒരു മിനിമം റേറ്റ് എന്ന് പറയുമ്പോൾ 1450 രൂപ പെർ ലിറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ 10-15 ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1 രൂപയെ വരുന്നുള്ളൂ. എങ്കിലും ഞാൻ ഒരു 10 രൂപ എന്നാണ് ഇതിന് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ 145 രൂപ വരും 1 ലിറ്റർ ഈ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ അതിന്റെ ബോട്ടിൽ വരും. ബോട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചെയ്യുന്നില്ല. ഈ ബോട്ടിലിന് നമുക്ക് 5 രൂപ പിടിക്കാം. പിന്നെ അതിന്റെ പുറത്തുള്ള സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ വരും. എല്ലാം കൂടെ ഒരു 10 രൂപ അതിനും പിടിച്ചു കഴിഞ്ഞാൽ 145 10 155. പിന്നെ നമ്മളുടെ എക്സ്പെൻസസ് കാര്യങ്ങൾ ഒക്കെ അതിനകത്തുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ടോട്ടൽ 200 രൂപ എന്ന് കണക്കാക്കുക 1 ലിറ്ററിന്. അതായിരിക്കും നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇത് ഉണ്ടാക്കിയാൽ ചെലവാകാൻ പോകുന്ന തുക. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഈ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ കംഫർട്ട് തന്നെ മാർക്കറ്റിൽ ഉണ്ട്. കംഫർട്ടിന് 430 ml ബോട്ടിലാണ് ഇപ്പോൾ വരുന്നത്. അതിന് 120 രൂപയാണ് വില വീഴുന്നത്. അതായത് 1 ml 28 പൈസ വില വീഴുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കിയത് 1000 ml 200 രൂപയ്ക്കാണ്. ഇവിടെ അവർ വിൽക്കുന്നത് 280 രൂപയ്ക്കാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് അതിനകത്തുള്ളത്. അതായത് 80 രൂപയാണ് പെർ ലിറ്റർ അവർക്ക് ലാഭം കിട്ടുന്നത്. എന്നാൽ ആ 80 രൂപയും കമ്പനിക്ക് കിട്ടത്തില്ല. ഇൻ ബിറ്റ്വീൻ അതിന്റെ C&F ഏജന്റ് ഉണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ട്, ഡീലേഴ്സ് ഉണ്ട്, കച്ചവടക്കാരുണ്ട്. അപ്പോൾ കുറെ അധികം പണം അതിൽ അവർക്ക് ചെലവാകുന്നുണ്ട്. പക്ഷേ അവിടെ അവരുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ വോള്യമാണ് പോകുന്നത്. ഇന്ത്യ മുഴുവൻ, ഔട്ട് ഓഫ് ഇന്ത്യ മുഴുവൻ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. എന്നും ലക്ഷക്കണക്കിന് പീസ് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കംഫർട്ട് പോലെയുള്ള പ്രോഡക്റ്റുകൾ. പക്ഷെ നമ്മളിവിടെ പ്രാദേശികമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് തോതിലേ ആദ്യം പോവുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളിതൊന്ന് വർക്കൗട്ട് ചെയ്യണം. 280 രൂപ പെർ ലിറ്ററിന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനം 200 രൂപയ്ക്ക് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും? ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ്. അവർക്ക് ബ്രാൻഡ് ഉണ്ട്, നമുക്ക് ബ്രാൻഡ് ഇല്ല. നമ്മൾ പുതിയ സാധനമായിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് നമ്മൾ പറയേണ്ടത് ഇത് ഹോം മെയ്ഡ് ആണ്, അടിപൊളി സാധനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ആ ഒരു ഐറ്റവും മറ്റൊരു ഐറ്റവുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം ആളുകൾ എങ്ങനെ വാങ്ങിക്കും എന്നുള്ളത് നോക്കുക. ഇവിടെ ഇവർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇവർക്ക് അയൽക്കൂട്ടം വഴി വിൽക്കാനാണ് എന്ന്. ഇവിടെ ഒരു സ്കോപ്പ് കിടപ്പുണ്ട്. ഈ അയൽക്കൂട്ടം വഴി ഇപ്പോൾ അയൽക്കൂട്ടംകാരൊക്കെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വളരെ കുറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ നല്ല രീതിയിൽ ഇവർ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആദ്യം ഉപയോഗിച്ച് നോക്കി വിശ്വാസ്യത വന്നതിന് ശേഷം വിതരണം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആ 280 റേഞ്ചിൽ തന്നെ, ഇല്ലെങ്കിൽ 250 റേഞ്ചിലെങ്കിലും റേറ്റ് മേടിക്കാൻ പറ്റും. പിന്നെ പതിയെ ഇവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം മാർക്കറ്റിൽ പരിചിതമായി കഴിയുമ്പോൾ പ്രോഡക്റ്റുകൾ എങ്ങനെ ബാർഗെയിൻ ചെയ്ത് മാക്സിമം റേറ്റ് കുറച്ച് മേടിക്കണം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവിടെ ഇവർക്ക് ഒരു പ്ലസ് പോയിന്റ് ഉള്ളത്, ഇവർക്ക് ലേബറായിട്ട് കൊടുക്കേണ്ടി വരില്ല. കാരണം ഇവരുടെ മെമ്പേഴ്സ് തന്നെ ആയിരിക്കും ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ കൂട്ടിയ 150 മുകളിലോട്ട് നമ്മൾ കൂട്ടിയ 200 വരെയുള്ള തുകയിൽ ലേബർ, കറണ്ട് ചാർജ്, പാക്കിങ്, ഡിസ്ട്രിബ്യൂഷൻ എല്ലാ എക്സ്പെൻസസുകളും അടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പ്രോഫിറ്റും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അയൽക്കൂട്ടം പോലെയുള്ള ആളുകൾക്ക് വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാം. കുറച്ച് ആളുകൾ ഓൾറെഡി മേടിക്കാൻ റെഡിയായിട്ട് നിൽപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. എന്നാൽ ഇവിടെ ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. സാധാരണ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ചെയ്യാതിരിക്കുകയായിരിക്കും ബെറ്റർ. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പാക്ക് ചെയ്ത് കടയിൽ ചെല്ലുമ്പോൾ കംഫർട്ട് പോലെയുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് കിട്ടുന്നത് കുറഞ്ഞ നിരക്കിലും. കാരണം 120 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ 430 സംതിങ്
ml സാധനം കടക്കാരന് കിട്ടുന്നത് 120-ആയിരിക്കില്ല. അവർക്ക് ചിലപ്പോൾ 100-നോ 110-നോ ഒക്കെ ആയിരിക്കും കടക്കാർക്ക് കിട്ടുന്നത്. പിന്നെ ഡീലർ, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, C&F അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം കുറച്ച റേറ്റിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റുമായിട്ട് നമ്മൾ ചെന്നിട്ട് കടക്കാരന് 100 കിട്ടുന്ന പ്രോഡക്റ്റുമായിട്ട് നമ്മൾ ചെന്നിട്ട് അതിൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ ഒരു കടക്കാരും അംഗീകരിക്കില്ല. അത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതിന് സ്റ്റഡി കൃത്യമായിട്ട് ചെയ്തിരിക്കണം, അല്ലാതെ ഉണ്ടാക്കാൻ പാടില്ല. അയൽക്കൂട്ടക്കാരുടെ കേസ് വേറെയാണ്. അവർക്ക് പല രീതിയിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവർക്ക് അയൽക്കൂട്ടത്തിന്റെ തന്നെ, കുടുംബശ്രീയുടെ തന്നെ എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് DICയുടെ എക്സിബിഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഒക്കെ ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് അവതരിപ്പിച്ച് നല്ല രീതിയിൽ അവർക്ക് വിൽക്കാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞ കൂട്ട് ഹോം മെയ്ഡ് ഫാബ്രിക് കണ്ടീഷണറിന്റെ കൂട്ടാണ്. ഇനി അത് കൊമേഴ്സ്യൽ പർപ്പസിനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, വലിയ ഇൻഡസ്ട്രികളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒത്തിരി വരും. അതായത് പല പർപ്പസിനുമുള്ള കാര്യങ്ങൾ വരും. കളർ പ്രൊട്ടക്ഷൻ, അതായത് ഇതിൽ മുക്കിയെടുക്കുന്ന തുണിയുടെ കളർ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ്. 1. 2. ആന്റി സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. 3. റിങ്കിൾ റിഡക്ഷൻ, ഈ സാധനത്തിലോട്ട് മുക്കി കഴിയുമ്പോൾ നിങ്ങളുടെ തുണി ചുരുങ്ങി പോകാൻ പാടില്ല. അതാണ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിനുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം കമ്പനിക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള കെമിക്കൽസും കൂടെ അവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സേഫ്റ്റി ഗൈഡ് ലൈൻസിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. നമുക്ക് അത് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെമിക്കൽ നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നില്ല. നമ്മളുടെ ഹോം പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അതേ അളവിൽ എടുത്താൽ മതി. അതിന്റെ പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇത് കാണുന്ന വ്യക്തി, എന്നോട് പറഞ്ഞ വ്യക്തിയുടെ കമന്റ് തീർച്ചയായിട്ടും ഇതിന്റെ താഴെ ഉണ്ടായിരിക്കണം. കൂടാതെ മറ്റുള്ളവരും കണ്ടതിനു ശേഷം അവരുടെ അഭിപ്രായം പറയുക. ഇവിടെ ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് പ്ലസും പറഞ്ഞിട്ടുണ്ട്, മൈനസും പറഞ്ഞിട്ടുണ്ട്. അതാണ് വീഡിയോ മുഴുവനായിട്ട് കാണണം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് കമന്റ് ഇടുന്നതിന് മുമ്പ്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.